എല്ലാവർക്കും നമസ്കാരം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ദെൻ കുറച്ച് റിലേറ്റഡ് പ്രോബ്ലംസ് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, ഇതിൻ്റെയൊക്കെ റിലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, ദെൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ബേസിക്സ് മാത്രമേ പറയുന്നുള്ളൂ. ഈ വീഡിയോയിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നില്ല, അതിൻ്റെ ബേസിക്സ് മാത്രമാണ് പറയുന്നത്. സോ ആദ്യം ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ അല്ലേ. സോ ഇവിടെയുള്ള ലിമിറ്റേഷൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇറ്റ് ഫെയിൽസ് ടു ടെൽ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു അനദർ. അതായത് ഈ എനർജി ട്രാൻസ്ഫോർമേഷൻസിൽ എത്ര വരെ ഒന്ന് വേറൊരു ഫോമായിട്ട് മാറും, ഏത് എക്സ്റ്റെൻറ്റ് വരെ അത് ആ ഒരു എനർജി കൺവേർഷൻസ് നടക്കുന്നുള്ളതിനെ പറ്റിയിട്ട് ഫസ്റ്റ് ലോ പറയുന്നില്ല. അതൊരു ഡ്രോബാക്ക്. രണ്ടാമത്തത്, ഇറ്റ് ഡസ് നോട്ട് ടെൽ എനിത്തിങ് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് എ പ്രോസസ്സ്. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഏത് ഡയറക്ഷനിലായിരിക്കും എനർജി ട്രാൻസ്ഫോർമേഷൻസ് എന്നുള്ളതിനെ പറ്റി ഫസ്റ്റ് ലോ പറയുന്നില്ല. നമുക്കറിയാം ഫ്യൂവലുണ്ട്. ഫ്യൂവല് ഒരു മെക്കാനിക്കൽ വർക്ക് നടത്തുന്നു അല്ലേ. പക്ഷേ ഈ വർക്ക് എപ്പോഴെങ്കിലും തിരിച്ച് ഫ്യൂവലാവുമോ? സോ ഫസ്റ്റ് ലോ പ്രകാരം ഈ ഒരു ഗ്രീൻ മാർക്ക് ചെയ്ത ഡയറക്ഷൻ മാത്രമാണുള്ളത്. പക്ഷേ ഈ തിരിച്ചുള്ള ഡയറക്ഷനെ ഫസ്റ്റ് ലോ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് ലോ ഏത് ഡയറക്ഷനിലാണെന്ന് പറയുന്നില്ല. വൺ ഫോമിൽ നിന്ന് അനദർ ഫോമിലേക്ക് മാറും എന്നേ പറയുന്നുള്ളൂ. ഓക്കെ. സോ അതേപോലെ തന്നെ ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. പക്ഷേ ലോവർ ടെമ്പറേച്ചർ ടു ഹയർ ടെമ്പറേച്ചർ തിരിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമോ? ഇല്ല. സോ ഫസ്റ്റ് ലോ ഡയറക്ഷൻ ഓഫ് എനർജി ട്രാൻസ്ഫോർമേഷൻസിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. ഇറ്റ് കാനോട്ട് പ്രെഡിക്റ്റ് ദ ഫീസിബിലിറ്റി ഓഫ് എ പ്രോസസ്സ്. സോ ഒരു എനർജി കൺവേർഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ലോ പ്രകാരം പറയാൻ പറ്റില്ല. ഇതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് എനർജി കൺവേർഷൻ നടക്കും, നമുക്കറിയാം. ലോവർ ടെമ്പറേച്ചർ ടു ഹയർ ടെമ്പറേച്ചർ എനർജി കൺവേർഷൻസ് നടക്കില്ല. അത് നടക്കില്ല എന്ന് നമുക്ക് ഫസ്റ്റ് ലോ പ്രകാരം അത് പറയാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ലോ പ്രകാരം ഫീസിബിലിറ്റീനെ പറ്റിയേ പറയുന്നില്ല. ഓക്കെ. ദെൻ ഇറ്റ് ഡസ് നോട്ട് റൂൾ ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് എ 100% എഫിഷ്യൻറ്റ് ഹീറ്റ് എൻജിൻ വിച്ച് ഈസ് ആക്ച്വലി ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട്. അതായത് ഫസ്റ്റ് ലോ പ്രകാരം കംപ്ലീറ്റ് എനർജി കൺവേർഷൻ, അതായത് ഒരു 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റ് എൻജിൻ മേ ബി പോസിബിൾ ആവാം. അതായത് അങ്ങനെ ഒരു ഹീറ്റ് എൻജിൻ അതിൻ്റെ സാധ്യത ഇല്ല എന്ന് ഫസ്റ്റ് ലോ പ്രകാരം പറയാൻ പറ്റില്ല. പക്ഷേ പ്രാക്ടിക്കലി എന്താണ്, നമുക്ക് അങ്ങനെ ഒരു ഹീറ്റ് എൻജിൻ 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് എൻജിൻ പ്രാക്ടിക്കലി അത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ലോ പ്രകാരം പറയാൻ പറ്റില്ല. ഫസ്റ്റ് ലോ പ്രകാരം നമുക്കത് 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റ് എൻജിൻ മേ ബി പോസിബിൾ ആണ്. ഓക്കെ. പക്ഷെ അത് പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ലോ പ്രകാരം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഫസ്റ്റ് ലോൻ്റെ ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. സോ ഇനി സെക്കൻഡ് ലോയിലേക്ക് കടക്കുകയാണ്. സോ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി. സോ എൻട്രോപ്പി എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണ്, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാവണം. സോ ആ കാര്യത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സോ ഇവിടെ 2 ചേമ്പേഴ്സ് ഉണ്ട്. അതിൽ ഒരു ചേമ്പറിൽ ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഹൈ പ്രഷറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഓക്കെ. സോ ഇവിടെ ഒരു വാൽവ് ഉണ്ട്. സോ ഈ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹൈ പ്രഷറിലുള്ള ഈ പോർഷനിൽ നിന്ന് ലോ പ്രഷറിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും അല്ലേ.
സോ ഇവിടെ ഹൈ പ്രഷർ ടു ലോ പ്രഷറിലേക്ക് മാറി. സോ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. അതായത് ആ ഒരു സിസ്റ്റത്തിന് തന്നെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ളത്, അല്ലേ? നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ചെയ്തിട്ടോ ഒന്നുമല്ല ഈ മോളിക്യൂൾസിനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വാൽവ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറൽ ടെൻഡൻസിയാണ് ഈ ഏരിയയിൽ നിന്ന് ഇത് കുറച്ച് മോളിക്യൂൾസ് ഇങ്ങോട്ട് വരിക എന്നുള്ളത്, അല്ലേ? നാച്ചുറൽ ടെൻഡൻസിയാണ്. സോ എ പ്രോസസ് ദാറ്റ് ഹാസ് എ നാച്ചുറൽ അർജ് ടു ടേക്സ് പ്ലേസ് ബൈ ഇറ്റ്സെൽഫ് അണ്ടർ എ ഗിവൺ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഈസ് കോൾഡ് സ്പോണ്ടേനിയസ് പ്രോസസ്. സോ നാച്ചുറലായിട്ട് ഒരു ഡയറക്ഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നടക്കാനുള്ള സിസ്റ്റത്തിൻ്റെ ടെൻഡൻസിയാണ് നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുക. സോ നമുക്കറിയാം ഒരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിനൊരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് നാച്ചുറലായിട്ടുള്ള അതിൻ്റെ ഒരു ഇതാണ്. അല്ലെങ്കിൽ ഒരു മലയുടെ മേലെ നിന്ന് ഒരു വെള്ളം ഒഴുകി വരികയാണ്. ആ ഒഴുകി വരിക എന്നുള്ളതിന് നമ്മൾ മലേൻ്റെ മുകളിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് താഴേക്ക് ഒഴുകി വരും. അതിന് നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്. സോ ഓൾ നാച്ചുറൽ പ്രോസസ്സസ് ആർ സ്പോണ്ടേനിയസ് ഇൻ നേച്ചർ. ഓക്കെ, all natural processes are spontaneous. Then spontaneous processes are irreversible in nature. Spontaneous processes are irreversible in nature. എന്താണ് പറയുന്നത്? നമുക്ക് ഇപ്പം ഞാൻ ഹൈ പ്രഷറിലുള്ള ഒരാളെ വാൽവ് തുറന്നു വിട്ടപ്പോൾ ലോ പ്രഷർ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഈ ലോ പ്രഷറിലുള്ള ആൾക്കാർ തിരിച്ചിങ്ങോട്ടേക്ക് പോയിട്ട് അത് പഴയ പോലെ ആവുമോ? ഇത് റിവേഴ്സ് ചെയ്യുമോ? ഇല്ല, കാരണം അത് ഇറിവേഴ്സിബിൾ ആണ്. അതാണ് പറയുന്നത് സ്പോണ്ടേനിയസ് പ്രോസസ്സസ് ആർ ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ദെൻ ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ വാൽവ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനിങ്ങോട്ടേക്ക് പോകാനുള്ള, ഹൈ പ്രഷർ ടു ലോ പ്രഷറിലേക്ക് വരാനുള്ള ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ആ പോസിറ്റീവ് ആവുന്നത് കൊണ്ടാണ് ഈ റിയാക്ഷൻ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം, നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സ് പഠിച്ചതാണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് പഠിച്ചതാണ്. നമ്മൾ അതിൻ്റെ വർക്ക് ഡൺ ഒക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. റിവേഴ്സിബിൾ പ്രോസസ്സിൽ വർക്ക് ഡൺ മാക്സിമം ആയിരിക്കും. കാരണം ഫസ്റ്റിൽ ഒരു സ്റ്റെപ്പ് ഡ്രൈവിംഗ് ഫോഴ്സ് മുന്നോട്ടേക്ക് വെക്കുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ തിരിച്ചുള്ള ഒരു ഇൻഹിബിഷൻ ഉണ്ടാവുമല്ലോ, ആ തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, ആ ഫോഴ്സ് തിരിച്ച് ബാക്കോട്ടേക്ക് വരുന്നു. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിസിമലി ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നടക്കുക. അങ്ങനെ ആകുമ്പോൾ മാക്സിമം വർക്ക് കിട്ടും നമുക്ക്. അതായത് വർക്ക് എഫിഷ്യൻസി മാക്സിമം ആയിരിക്കും ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്സ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്, റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും ഡിസ്കസ് ചെയ്ത സമയത്ത്, അല്ലേ? സോ ഇവിടെ എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുകയാണ്. സോ അതിൻ്റെ വർക്ക് ഡൺ മിനിമം ആയിരിക്കും. ഓക്കെ, സോ അതെന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുന്നേ എടുത്തതൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ വർക്ക് ഡൺ വുഡ് ബി ലെസ് സിൻസ് ദ പ്രോസസ് ഈസ് ഇറിവേഴ്സിബിൾ. ദെൻ ഇറ്റ് ഒക്കേഴ്സ് അറ്റ് സിഗ്നിഫിക്കൻറ്റ് റേറ്റ്. അതായത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കും ഈ പ്രോസസ്സസ് നടക്കുക, ഫാസ്റ്റ് ആയിരിക്കും പൊതുവെ. പക്ഷേ റിവേഴ്സിബിൾ പ്രോസസ്സ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു, ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചു, പിന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. സോ ഇതൊരു ഹൈപ്പോത്തറ്റിക്കലാണ്. അതെപ്പം കഴിയും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിൻ്റെ റേറ്റ് ഇൻഫിനിറ്റിസിമലി സ്മോൾ ആയിരിക്കും റിവേഴ്സിബിൾ പ്രോസസ്സ്. നമ്മളിപ്പോൾ പറയുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അതുകൊണ്ട് ഇറ്റ് ഒക്കേഴ്സ് അറ്റ് സിഗ്നിഫിക്കൻറ്റ് റേറ്റ്സ്. ഓക്കെ, ദെൻ ഈ റിയാക്ഷൻസ് എന്തുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ആയിട്ട് അത് ഫോർവേഡായിട്ട് നടക്കാൻ കാരണം? എന്തുകൊണ്ടാണ് അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആവാൻ കാരണം? രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തത്, ആ സിസ്റ്റത്തിന് ഒരു ടെൻഡൻസി ഉണ്ടാവും ടു അറ്റെയിൻ എ സ്റ്റേറ്റ് ഓഫ് മിനിമം എനർജി. സോ സിസ്റ്റം ഹൈ എനർജി ഉള്ളത് സിസ്റ്റം ലോ എനർജിയായി, സ്റ്റേബിളായി. സോ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിനിമം എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് നടക്കുന്നത്. Then to attain a state of maximum disorder, ആ ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക. സോ ഇവിടെ കൂടുതൽ മോളിക്യൂൾസ് ഉണ്ട്, അത് കുറച്ചുകൂടി അടുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ.
ഇതിനെ നമ്മളങ്ങ് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് ഓരോ മോളിക്യൂൾസും കുറച്ചുകൂടെ ഫ്രീ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ തെറ്റി, ഡിസോർഡറായി. സോ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുന്നത്? അത് ഡിസോർഡർ ആവാൻ വേണ്ടിയിട്ട്. സോ വൈ സ്പോണ്ടേനിയസ്? ടു അറ്റൈൻ എ സ്റ്റേറ്റ് ഓഫ് മിനിമം എനർജി and to attain a state of maximum disorder or randomness. Then non-spontaneous process. Non-spontaneous process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ്. എ പ്രോസസ് ദാറ്റ് ഹാസ് നോ നാച്ചുറൽ അർജ് ടു ടേക്സ് പ്ലേസ് ബൈ ഇറ്റ്സെൽഫ് അണ്ടർ ഗിവൺ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. അതായത് നാച്ചുറലായിട്ട് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാത്ത റിയാക്ഷൻസ്, അതിനാണ് നമ്മൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയാം. വർക്ക് ഡൺ മാക്സിമം ആയിരിക്കും. കാരണം എന്താണ്? അത് റിവേഴ്സിബിൾ ആയിട്ടാണ് നടക്കുക. ഒരു സ്റ്റെപ്പ് ഫോർവേഡ്, ഒരു സ്റ്റെപ്പ് ബാക്ക്വേഡ്. സോ മാക്സിമം വർക്ക് ഡൺ കിട്ടും. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റസിമലി സ്മോൾ ആയിരിക്കും. ആക്ച്വലി പക്ക റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് അത് ഒരു ഹൈപ്പോത്തറ്റിക്കലാണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി പ്രോസസ്സാണ്. ഓക്കെ, ദെൻ എൻട്രോപ്പി. സോ സ്പോണ്ടേനിയസ് പ്രോസസ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ടു അറ്റൈൻ എ സ്റ്റേറ്റ് ഓഫ് മാക്സിമം ഡിസോർഡർ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തു. ആ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലുള്ള റാൻഡംനെസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി, ആൻഡ് വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് എസ്. സോ ഇവിടെ നോക്കുക, ഒരു ഐസ് ക്യൂബ് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ്, വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ്, ദെൻ വാട്ടറിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റ്. ഇവിടെ ഐസ് ക്യൂബിൽ ആക്ച്വലി മോളിക്യൂൾസ് വളരെ ക്ലോസ് ആയിരിക്കും, ലൈക്ക് ദിസ്. അതിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്കും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കും പോകുമ്പോൾ മോളിക്യൂൾസ് ബിക്കം ഫ്രീ ആൻഡ് ഡിസോർഡർ ഇൻക്രീസസ്. സോ ലിക്വിഡ് സ്റ്റേറ്റിലേക്കും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കും പോകുമ്പോഴേക്ക് മോളിക്യൂൾസ് ഫ്രീ ആവുമ്പോൾ ആ മോളിക്യൂൾസിനെ പല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്യുമ്പം അതിൻ്റെ ഡിസോർഡർനെസ് ആണ് കൂടുന്നത്, റാൻഡംനെസ് ആണ് കൂടുന്നത്. So entropy is a thermodynamic property which measures disorder or randomness in a system. The greater the disorder, the greater the entropy. Okay, then entropy നമ്മൾ എൻതാൽപ്പി ഒക്കെ പറയുന്ന പോലെ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ്. അതൊരു ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ അത് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ് എടുക്കുക. സോ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും തമ്മിലുള്ള ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എൻട്രോപ്പി ഓഫ് ഫൈനൽ സ്റ്റേറ്റ് മൈനസ് എൻട്രോപ്പി ഓഫ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. ഇതാണ് ഇതിൻ്റെ എൻട്രോപ്പിയുടെ മാത്തമാറ്റിക്കൽ ഫോം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ദ റാൻഡംനെസ് ഇൻ എ സിസ്റ്റം വെൻ എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് റിവേഴ്സിബിളി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. സോ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ടിയിൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിവേഴ്സിബിളായിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഡിസോർഡർ, ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന റാൻഡംനെസ്സിനെയാണ് നമ്മൾ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ റിവേഴ്സിബിളായിട്ട് നമ്മൾ ഹീറ്റ് അതിൽ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഡിസോർഡർനെസ്സിനെയാണ് നമ്മൾ എൻട്രോപ്പി ഓഫ് ദാറ്റ് സിസ്റ്റം എന്ന് പറയാം. സോ എൻട്രോപ്പി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. യൂണിറ്റ് നോക്കുക നിങ്ങൾ, ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ആണ്. സോ ക്യൂ എന്ന് പറയുമ്പം ജൂള്, ടി എന്ന് പറയുമ്പോൾ കെൽവിൻ. സോ ജൂൾ പെർ കെൽവിൻ ആണ് എൻട്രോപ്പിയുടെ യൂണിറ്റ്. ദെൻ എൻട്രോപ്പി ക്രൈറ്റീരിയ ഫോർ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. എൻട്രോപ്പി ചേഞ്ച് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. അതിൽ തന്നെ റിവേഴ്സിബിൾ പ്രോസസ്സിലും ഇറിവേഴ്സിബിൾ പ്രോസസ്സിലും നമ്മൾ ടോട്ടൽ എൻട്രോപ്പിയുടെ വാല്യൂ എന്താണെന്ന് പരിശോധിക്കുകയാണ്. In a reversible process, heat, that is Q reversible, is taken up by the system, supplied in a reversible manner by a heat reservoir isothermally at constant temperature. Isothermally എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. സോ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഐസോതെർമൽ കണ്ടീഷനിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ ഒരു ഹീറ്റ് റിസർവോയറിൽ നിന്ന് റിവേഴ്സിബിൾ മാനർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. സിസ്റ്റം ടു സറൗണ്ടിങ് ടു സിസ്റ്റം റിവേഴ്സ് ചെയ്യാൻ പറ്റും.
സോ നമ്മളൊരു ഹീറ്റ് കൊടുക്കുകയാണ് സിസ്റ്റത്തിലേക്ക്. ആ ഹീറ്റ് കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡറിനെ നമ്മൾ മെഷർ ചെയ്യണം. ഓക്കെ, സോ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സിസ്റ്റം, അതായത് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം എൻട്രോപ്പി സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണ്. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുമ്പം സിസ്റ്റത്തിൽ പോസിറ്റീവ് വാല്യൂ ആണ് വരിക. ഓക്കെ, സോ Q റിവേഴ്സിബിൾ ബൈ T. ഇനി എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സറൗണ്ടിങ് ആക്ച്വലി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അവിടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ സറൗണ്ടിങ്സിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. സറൗണ്ടിങ്സിൽ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നെഗറ്റീവ് ഇവിടെ സൂചിപ്പിച്ചത്. സോ സറൗണ്ടിങ്സിൽ നെഗറ്റീവ് Q റിവേഴ്സിബിൾ ബൈ T. ഓക്കെ, സോ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച് ഇൻ ദ സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഇൻ ദ സറൗണ്ടിങ്സിനെ സിസ്റ്റത്തിനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? Q റിവേഴ്സിബിൾ ബൈ T പ്ലസ് സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് ആണ്. സോ ഇത് പോസിറ്റീവ് വാല്യൂ ആണ്, ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഇത് പ്ലസ് ഇത്, അപ്പോൾ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് Q റിവേഴ്സിബിൾ ബൈ T മൈനസ് Q റിവേഴ്സിബിൾ ബൈ T. സോ രണ്ടും ഒരേ വാല്യൂ ആയതുകൊണ്ട് 0. അതിൻ്റെ അർത്ഥം എന്താണ്? സോ ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ് ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് റിമെയിൻ അൺആൾട്ടേർഡ്. എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് 0 ആയിരിക്കും. എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുന്നില്ല. ഓക്കെ, ദെൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. സോ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ റിവേഴ്സിബിൾ ആയിട്ടല്ല ആക്ച്വലി ഹീറ്റ് ഇതാക്കുന്നത്. ഒരു ഹോട്ട് സർഫസിൽ നിന്ന് ആ ഹീറ്റ് ലോസ് ചെയ്യാണ്. ആ ഹോട്ട് സർഫസാണ് അവിടെ സിസ്റ്റം. അതിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ലോസ് ചെയ്യാണ്. അപ്പം നമുക്കുണ്ടാവുന്ന ഡിസോർഡർനെസ് ആണ് ടോട്ടൽ ഡിസോർഡർനെസ് ആണ് നമ്മളിവിടെ മെഷർ ചെയ്യാൻ പോകുന്നത്. സോ ഇൻ എ ഇറിവേഴ്സിബിൾ പ്രോസസ് എ ഹോട്ട് സർഫസ് ഓഫ് ടെമ്പറേച്ചർ TH ഹോട്ട് അതാണ് അതിൻ്റെ മീനിങ്. ലോസസ് ഹീറ്റ് സ്ലോലി ടു ഇറ്റ് സറൗണ്ടിങ്സ്. സോ മനസ്സിലാക്കുക, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, സോ അപ്പം എന്ത് ചെയ്യും? എൻട്രോപ്പി കുറയുകയാണ് ചെയ്യുക സിസ്റ്റത്തിൽ. അതുകൊണ്ട് എൻട്രോപ്പി ചേഞ്ച് ഇൻ ദ സിസ്റ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. ദെൻ ഹീറ്റ് കിട്ടുകയാണ് ചെയ്യുക ആർക്ക്? സറൗണ്ടിങ്സിലേക്ക്. സോ അവിടെ സറൗണ്ടിങ്സിൽ ഡിസോർഡർനെസ് കൂടും. ഓക്കെ, സോറി, ഇവിടെ ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് കേട്ടോ. ഇത് ആക്ച്വലി പോസിറ്റീവ് വാല്യൂ ആണ്. So entropy change of the system delta S system is equal to minus Q reversible by TH. Entropy change of the surroundings എന്ന് പറയുന്നത് പ്ലസ് Q reversible by TS. അവിടേക്ക് ഐസോതെർമൽ കണ്ടീഷൻ അല്ല ഇവിടെ. അവിടേക്ക് ഹീറ്റ് കിട്ടുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ വ്യത്യാസപ്പെടും. സോ TS. ഓക്കെ, then entropy change of the universe, that is system plus surroundings. So ഇത് TS എന്ന് പറയുന്നത് സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ. ഇത് TH എന്ന് പറയുന്നത് ഹോട്ട് സർഫസ് ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറാണത്. ഓക്കെ, സോ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ്, ദാറ്റ് ഈസ് സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ്. സോ മൈനസ് Q റിവേഴ്സിബിൾ ബൈ TH പ്ലസ് Q റിവേഴ്സിബിൾ ബൈ TS. സോ ഇവിടുന്ന് Q റിവേഴ്സിബിൾ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/TS മൈനസ് 1/TH. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ THൻ്റെ വാല്യൂ, ഹോട്ട് സർഫസിൻ്റെ ടെമ്പറേച്ചർ വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ വാല്യൂ. ഓക്കെ, സോ ഇത് ഇറിവേഴ്സിബിൾ പ്രോസസ് ആയതുകൊണ്ട് അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ സിൻസ് TH is greater than TS during an irreversible process, delta S universe will be positive quantity. Okay, so entropy change for reversible process and irreversible process നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും
തുടങ്ങും. പിന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ദെൻ അതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസും കാര്യങ്ങളും. ഓക്കെ, സോ താങ്ക് യു.